ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 2-ൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എൻജിനീയറിംഗ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണലിസം ആയിരുന്നു. അതിൽ നമ്മൾ എത്തിക്സ് എന്താണെന്ന് നോക്കി, എൻജിനീയറിംഗ് എന്താണെന്ന് നോക്കി, ദെൻ പ്രൊഫഷൻ എന്താണ്, പ്രൊഫഷണൽ എത്തിക്സ്, ദെൻ സെൻസസ് ഓഫ് എൻജിനീയറിംഗ് എത്തിക്സ്, വെറൈറ്റി ഓഫ് മോറൽ വാല്യൂസ്, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഇൻക്വയറി എന്ന ഒരു ടേമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും എത്തിക്സ് റിലേറ്റഡ് എൻജിനീയറിംഗ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണലിസം ആണ്. അപ്പം അത് നമ്മളൊരു ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂ, അതായത് പ്രൊഫഷണൽ ലൈഫിലോട്ട് പോകുമ്പം എങ്ങനെയൊക്കെയാണ് വരുന്നത്, അല്ലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് എൻക്വയറി. അപ്പം ടൈപ്സ് ഓഫ് എൻക്വയറി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എൻക്വയറി എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. എൻക്വയറി മീൻസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ എൻക്വയറി എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കൽ വാല്യൂസ്, അതിൻ്റെ ഫാക്ട്സ്, മീനിങ്, അതോടൊപ്പം തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ, അത് ഒരു ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എൻക്വയറി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എൻക്വയറി മീൻസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. ദെൻ എൻജിനീയറിംഗ് എത്തിക്സ് ഓൾസോ ഇൻവോൾവ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ടു വാല്യൂസ്, മീനിങ് ആൻഡ് ഫാക്ട്സ്. അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് നമ്മളിതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം എൻക്വയറീസ് ഇൻ ദ ഫീൽഡ് ഓഫ് എൻജിനീയറിംഗ് എത്തിക്സ് ആർ ഓഫ് 3 ടൈപ്സ്. മെയിൻലി ഇൻ ദ ഫീൽഡ് ഓഫ് എൻജിനീയറിംഗ് എത്തിക്സ് എന്ന് പറഞ്ഞു മെയിൻലി ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞാൽ 3 നോർമേറ്റീവ് എൻക്വയറീസ്, കൺസെപ്ച്വൽ എൻക്വയറീസ്, ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് എൻക്വയറീസ്. ഓക്കെ, അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ള നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നോർമേറ്റീവ് എൻക്വയറീസ് ആണ്. നോർമേറ്റീവ് എൻക്വയറീസ് പറഞ്ഞാൽ ദീസ് എൻക്വയറീസ് ആർ മോസ്റ്റ്ലി ഹെൽപ്ഫുൾ ടു ഐഡൻറ്റിഫൈ ദ വാല്യൂസ് വിച്ച് ഗൈഡ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ ടേക്കിംഗ് എ ഡിസിഷൻ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് എൻക്വയറി മെയിൻലി യൂസ്ഫുൾ അല്ലെ ഹെൽപ്ഫുൾ ആകുന്നത് ഒരു പർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വൽസിനല്ല ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനാവാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടേക്കിംഗ് എ ഡിസിഷൻ. ഓക്കെ, അപ്പം ഇതാണ് നോർമേറ്റീവ് എന്നുള്ള എൻക്വയറിയും കൊണ്ട് മീൻ ചെയ്യുന്നത്. ഐഡൻറ്റിഫൈയിങ് the values which guide the individuals and groups in taking a decision. Identifying and justifying some norms and standards of morality, desirable nature for guiding individuals as well as a group. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. ഒരു ഇൻഡിവിജ്വൽ അല്ല ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പ്, നമ്മളിപ്പം ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പം സെൽഫായിട്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല, ഒരു പ്രോജക്റ്റിലൊക്കെ ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ വരുമ്പോൾ നമ്മൾ മോറൽ വാല്യൂസ് കളയാതെ തന്നെ, മോറൽ എൻജിനീയറിംഗ് എത്തിക്സിൻ്റെ റൂൾസ് ഫോളോ ചെയ്ത് തന്നെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് നോർമേറ്റീവ് എൻക്വയറീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം മെയിൻലി നമ്മൾ നോർമേറ്റീവ് എന്ന് പറയുന്ന കേസസിൽ കുറേയധികം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അതായത് കറക്റ്റായിട്ടൊക്കെ തന്നെ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ തന്നെയാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ടോ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്കിലും നോക്കാം. ഹൗ ഡു ദ ഒബ്ലിഗേഷൻസ് ഓഫ് എൻജിനീയേഴ്സ് പ്രൊട്ടക്ട് ദി പബ്ലിക് സേഫ്റ്റി ഇൻ ഗിവൺ സിറ്റുവേഷൻ. അപ്പം എങ്ങനെയായിരിക്കാം, അതായത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നാൽ പബ്ലിക് സേഫ്റ്റി, അപ്പം പബ്ലിക്കിൻ്റെ സേഫ്റ്റി ചെയ്യുന്ന രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെൻ ഷുഡ് ആൻ എൻജിനീയർ ഹാവ് ടു അലാം ദെയർ എംപ്ലോയേഴ്സ് ഓൺ ഡേഞ്ചറസ് പ്രാക്ടീസസ്. അപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, എപ്പോൾ ചെയ്യും, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ വന്നു കഴിയുമ്പം കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യുന്നുണ്ടോ. ദെൻ വേർ ആർ ദ മോറൽ റൈറ്റ്സ് എസെൻഷ്യൽ ഫോർ എൻജിനീയേഴ്സ് ടു ഫുൾഫിൽ ദെയർ പ്രൊഫഷണൽ ഒബ്ലിഗേഷൻസ്. അപ്പം പർട്ടിക്കുലർ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രൊഫഷൻ അത് കറക്റ്റായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതോടൊപ്പം തന്നെ എന്താ പറയുക, ആ പർട്ടിക്കുലർ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള മോറൽ റൈറ്റ്സ് ഉണ്ടോ, അല്ലെ നമ്മൾ എവിടെയൊക്കെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ്. അതായത് കറക്റ്റായിട്ട് നമ്മൾ എന്താണോ ചൂസ് ചെയ്യുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണോ. വേർ ആർ ദ മോറൽ റൈറ്റ്സ് എസെൻഷ്യൽ ഫോർ എൻജിനീയേഴ്സ് ടു ഫുൾഫിൽ ദെയർ പ്രൊഫഷണൽ ഒബ്ലിഗേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയോട് സിമ്പിളായിട്ട് നമുക്ക് കറക്റ്റായിട്ട്, അതായത് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് നമ്മൾ ഏത് സാഹചര്യത്തിലാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് അത് പ്രോപ്പറായിരിക്കണം, നമ്മുടെ എത്തിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഫ്രം ദീസ് ക്വസ്റ്റ്യൻസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് നോർമേറ്റീവ് എൻക്വയറീസ് also have the theoretical goal of justifying moral judgment.
ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമാണ് എൻക്വയറി എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം. ഓരോ കേസസ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് പ്രോപ്പർ ആണോ എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നോർമേറ്റീവ് എൻക്വയറിയിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഓരോ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ഗ്രൂപ്പ്സ് ഡിസിഷൻസ് എടുക്കുമ്പം പ്രോപ്പർ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്ച്വൽ എൻക്വയറീസ് ആണ്. കൺസെപ്ച്വൽ എൻക്വയറി എന്ന് പറഞ്ഞാൽ ദീസ് ആർ മെയിൻ ഫോർ ഡിസ്ക്രൈബിംഗ് മീനിങ് ഓഫ് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു എഞ്ചിനീയറിംഗ് എത്തിക്സ്. അപ്പോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസെപ്ച്വൽ എൻക്വയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, ഇഷ്യൂസ് അല്ല എഞ്ചിനീയറിംഗ് എത്തിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ, അതായത് എത്തിക്സ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണോ എല്ലാ കാര്യങ്ങൾ, അതായത് കൺസെപ്റ്റ് ആയാലും പ്രിൻസിപ്പിൾസ് ആയാലും ഇഷ്യൂസ് എന്തെങ്കിലും വന്നാലും ആ ഒരു എഞ്ചിനീയറിംഗ് എത്തിക്സിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ദീസ് എൻക്വയറീസ് ഓൾസോ എക്സ്പ്ലെയിൻ വെദർ ദി കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ് ആർ എക്സ്പ്രസ്ഡ് ബൈ സിംഗിൾ വേർഡ് ഓർ ബൈ ഫ്രേസസ്. ഓക്കെ, അപ്പം പർട്ടിക്കുലർ ഒരു കൺസെപ്റ്റ് നമ്മൾക്കറിയാലോ, ഒരു കൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെയിൻലി നമുക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ വേർഡിൽ അല്ലെങ്കിൽ ഫ്രേസസ് ആയിട്ടോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പം അത് കറക്റ്റായിട്ട് തന്നെയാണോ ചെയ്യുന്നത്? കൺസെപ്ച്വൽ എൻക്വയറീസിൽ അതാണ് ഇൻക്ലൂഡ് ചെയ്യുക, ഡിസ്ക്രൈബിംഗ് ദ മീനിങ് ഓഫ് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു എഞ്ചിനീയറിംഗ് എത്തിക്സ്. അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദ ഫോളോവിങ് ആർ സം ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഓഫ് കൺസെപ്ച്വൽ എൻക്വയറീസ്. എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ സേഫ്റ്റി ആൻഡ് ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു റിസ്ക്. അപ്പം സേഫ്റ്റി എന്താണ്, അതുപോലെ തന്നെ റിസ്ക്കുമായിട്ട് അതെങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, വാട്ട് ഈസ് പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് ഓരോ കൺസെപ്റ്റുകളാണ്, അപ്പം അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു, അത് എത്തിക്സ് ഇഷ്യൂസൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലൊക്കെയാണോ നമ്മളതിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടാണോ ഒക്കെയാണോ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൺസെപ്ച്വൽ എൻക്വയറീസിൽ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എൻക്വയറി എന്ന് പറയുന്നത് ഏതാണ്? ഫാക്ച്വൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എൻക്വയറീസ്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫോർമാറ്റിക്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനൊക്കെയാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. ദീസ് ഹെൽപ്പ് ടു പ്രൊവൈഡ് ഫാക്ട് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു വാല്യൂ ബേസ്ഡ് ഇഷ്യൂസ്. അതായത് നമ്മൾ ഏതൊരു സാഹചര്യത്തിലായാലും ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിന് നമ്മൾ ഫാക്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള അതിനെ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, അതായത് വാല്യൂ ബേസ്ഡ്, അതായത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട്, അതായത് ആ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ആണെങ്കിൽ കറക്റ്റായിട്ട് അതിനുള്ള സൊല്യൂഷൻസൊക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഫാക്ച്വൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എൻക്വയറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ദ എഞ്ചിനീയർ ഹാസ് ടു കണ്ടക്ട് ഫാക്ച്വൽ എൻക്വയറീസ് ബൈ യൂസിങ് സയൻറ്റിഫിക് ടെക്നിക്സ്. അപ്പം എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഫാക്ച്വൽ എൻക്വയറീസ് നടത്തണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ എൻക്വയറീസ് നടത്തി കഴിയുമ്പോൾ ദീസ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ബിസിനസ് റിയാലിറ്റീസ്, അപ്പം സച്ച് ആസ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. നമ്മളങ്ങനെ, അതായത് നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻക്വയറീസ് നടത്തുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും റിഗാർഡിംഗ് ദ ബിസിനസ് റിയാലിറ്റീസ്. ഞാൻ പറഞ്ഞു ഓർഗനൈസേഷൻ റിലേറ്റഡ് ആണ്. സോ അപ്പോൾ ബിസിനസ് റിയാലിറ്റീസിനെ കുറിച്ചുള്ള എന്തൊക്കെ ഇഷ്യൂസ് എവിടെയൊക്കെയുണ്ട്, എന്തൊക്കെ പ്രോബ്ലംസ് എന്നൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അതോടൊപ്പം തന്നെ ഈ ഇൻഫർമേഷന് നമുക്ക് പ്രോബ്ലംസ്, ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡിയാസൊക്കെ കിട്ടും. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സജാസ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്, history of engineering profession, the effectiveness of professional societies in imposing moral conduct, then the procedures to be adopted when assessing risk and psychological profiles of engineers. കുറേ അധികം ടേംസ്, ഇത് കുറച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതായത് നമ്മൾ മോറൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ പ്രൊഫഷൻ, ഹിസ്റ്ററി ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ, എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്, പിന്നെ നമ്മൾ റിസ്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് അതിനെ അഡോപ്റ്റ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ സൈക്കോളജിക്കൽ പ്രൊഫൈൽസ് ഓഫ് എഞ്ചിനീയേഴ്സ്, അതായത് മേ ബി എല്ലാവരും ഒരേ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ, അതായത് ഡിസ്ക്രിപ്റ്റീവ്, നമ്മൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻസ്, കൂടുതൽ ഇൻഫർമേഷൻ ഓരോ ഏരിയയെ റിലേറ്റ് ചെയ്ത് കിട്ടും. അപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഫാക്ച്വൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എൻക്വയറീസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദി ഇൻഫർമേഷൻ അബൌട്ട് ദീസ് ഫാക്ട്സ് പ്രൊവൈഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കണ്ടീഷൻസ് വിച്ച് ക്രിയേറ്റ് മോറൽ
പ്രോബ്ലംസ്. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എങ്ങനെ, അതായത് മോറൽ പ്രോബ്ലംസ് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പം അതിൻ്റെ കണ്ടീഷൻസ് എന്താണ്, അത് നമുക്ക് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ദീസ് ഫാക്ട്സ് ആർ ഓൾസോ ഹെൽപ്ഫുൾ ഇൻ സോൾവിങ് മോറൽ പ്രോബ്ലംസ് ബൈ യൂസിങ് ഓൾട്ടർനേറ്റീവ് വേർഡ്സ് ഓഫ് സൊല്യൂഷൻ. അങ്ങനെ നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് ഓരോ മോറൽ ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ അപ്പം നമ്മളൊരു ഓർഗനൈസേഷനൊക്കെ ആകുമ്പം നമ്മൾ എൻക്വയറീസ് എപ്പോഴും അത്യാവശ്യമാണ്, എസെൻഷ്യലാണ്. സോ നമ്മൾ മെയിൻലി 3 types ഓഫ് എൻക്വയറീസ് ആണ് നടത്തുന്നത്: നോർമേറ്റീവ്, കൺസെപ്ച്വൽ, ഫാക്ച്വൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എൻക്വയറീസ്. ഓരോ എൻക്വയറീസിനും ഓരോന്നിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ആ ഒരു ഇത് നടത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇഷ്യൂസ്, മോറൽ ടൈപ്പ് ഓഫ് ഇഷ്യൂസ്, എത്തിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ വന്നു കഴിയുമ്പം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു പ്രയർ നോളജാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻക്വയറീസ് എന്നുള്ള ഒരു ടേമും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ മോറൽ ഡിലേമാസ് ആണ്. ഓക്കെ, മോറൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ അനലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മോറൽ ടൈപ്പ് ഓഫ് അതായത് മോറൽ ഇഷ്യൂസൊക്കെ വന്നു കഴിയുമ്പം സോൾവ് ചെയ്യാൻ വേണ്ടി എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പ്രയർ നോളജ് കിട്ടും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ മോറൽ ഡിലേമാസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മോറൽ dilemmas are situations in which 2 or more moral obligations, duties, rights, goods or ideas come into conflict with each other. അപ്പോൾ ഇത് പല രീതിയിലാവാം. അപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഡിവിജ്വൽസ് ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, പ്രോജക്റ്റ് ഒക്കെ ആകുമ്പോൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് വരാം. അപ്പം നമ്മൾ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ കുറേ അധികം എന്താ പറയുക, ഓബ്ലിഗേഷൻസ് നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതുണ്ട്. ഡ്യൂട്ടീസ്, റൈറ്റ്സ്, ഗുഡ്സ് ഓർ ഐഡിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ചിലപ്പം ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ തന്നെ ആകുമ്പം പ്രശ്നമില്ല, പക്ഷെ ഇത് ഗ്രൂപ്പിലോട്ട് വന്ന് 2 or more പേഴ്സൺസ് ഒക്കെ ആകുമ്പം അത് കോൺഫ്ലിക്റ്റ് ചെയ്യാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യം, അതാണ് മോറൽ ഡിലേമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സിറ്റുവേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മോറൽ ഡിലേമ എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻസ് ആണ്. എപ്പോഴാണ് സിറ്റുവേഷൻ ഉണ്ടാകുന്നത്? നമ്മൾ കുറേ ഡ്യൂട്ടീസ്, റൈറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് മോറൽ ഡിലേമ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് മോറൽ ഡിലേമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓൾസോ ദ ക്രൂഷ്യൽ ഫീച്ചർ ഓഫ് എ മോറൽ ഡിലേമ ഈസ് ദാറ്റ് ഓൾ ദ മോറൽ പ്രിൻസിപ്പിൾസ് കനോട്ട് ബി ഫുള്ളി റെസ്പെക്റ്റഡ് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. ചില സാഹചര്യത്തിൽ നമുക്കത് എന്താ പറയുക, ഫുള്ളി റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി റെസ്പെക്റ്റഡ് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ പറഞ്ഞാൽ ഫുള്ളി അത് നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ ഓൾസോ സോൾവിങ് വൺ മോറൽ പ്രിൻസിപ്പിൾ ക്യാൻ ക്രിയേറ്റ് 2 or more കോൺഫ്ലിക്റ്റിംഗ് ആപ്ലിക്കേഷൻസ് ഫോർ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. സോ അതാണ് പറഞ്ഞത്, നമ്മൾ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ കൂടുതൽ ഇഷ്യൂസ് ആയിരിക്കാം മേ ബി ഉണ്ടാകാവുന്നത്. അതായത് പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു സാഹചര്യം, ഇഷ്യൂസ് എന്താണോ മോറൽ റിലേറ്റഡ് ആയിട്ട്, എത്തിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്നതെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതൊരു ഐഡിയ ഉണ്ടായതിനു ശേഷം മാത്രം നമ്മളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ കോസസ് ഓഫ് മോറൽ ഡിലേമാസ്. കോസസ് എന്തൊക്കെയാണ്? മോറൽ ഡിലേമാസ് ആർ സിറ്റുവേഷൻസ് മോസ്റ്റ്ലി ഡ്യൂ ടു ദ ഫോളോവിങ് 3 പ്രോബ്ലംസ്. മെയിൻലി 3 കേസസ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രോബ്ലം ഓഫ് vagueness, problem of conflicting reasons, then last one is problem of disagreement. അപ്പം 3 എണ്ണമാണ് നമ്മൾ മെയിൻലി മോറൽ ഡിലേമയുടെ കോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഓഫ് വാഗ്യൂനസ്. വാഗ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീൻസ് നോട്ട് ക്ലിയർലി എക്സ്പ്രസ്ഡ് ഓർ പെർസീവ്ഡ്, നോട്ട് സ്പെസിഫിക് ഓർ എക്സാക്റ്റ്. അപ്പം വാഗ്യൂ മീൻസ് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അത് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം അവരവരുടെ രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. സോ പ്രോബ്ലം ഓഫ് വാഗ്യൂനസ്. വാഗ്യൂ മീൻസ് നോട്ട് ക്ലിയർലി എക്സ്പ്രസ്ഡ് or perceived, not specific or exact. Okay, for a given situation, sometimes it is unclear to the engineers to apply the most appropriate moral considerations or principles. അതാണ് പറഞ്ഞത്. എന്താണ്? unclear to the engineers to apply the most appropriate moral considerations or principles. നമുക്ക് എങ്ങനെ, അതായത് ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദേ മേ നോട്ട് നോ ഹൗ ആൻഡ് വിച്ച് മോറൽ പ്രിൻസിപ്പിൾസ് ടു ബി യൂസ്ഡ് ഇൻ റിസോൾവിങ് എ മോറൽ പ്രോബ്ലം. സോ ദിസ് സിറ്റുവേഷൻ ക്രിയേറ്റ്സ് എ ടിപ്പിക്കൽ മോറൽ ഡിലേമ. ദാറ്റ് ഈസ് പ്രോബ്ലം ഓഫ് വാഗ്യൂനസ്. The next is problem of conflicting reasons. എന്താണ് conflicting reasons?
അപ്പം അതും എല്ലാം സിറ്റുവേഷൻസ് തന്നെയാണ്. മോറൽ ഡിലേമയുടെ കോസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾസോ എ സിറ്റുവേഷൻ. എപ്പോഴായിരിക്കാം? where two or more moral obligations, duties, rights or ideals come into conflict with each other. Independently, each one is good and correct. അപ്പം നമ്മൾ മേളിൽ സിറ്റുവേഷൻ കേസസ് പറഞ്ഞു, മോറൽ ഒബ്ലിഗേഷൻസ്, ഡ്യൂട്ടീസ്, റൈറ്റ്സ്, ഗുഡ്സ് ഓർ ഐഡിയൽസ് ഒക്കെ പറഞ്ഞു. അപ്പം അത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞു. അപ്പം കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യുവാണെങ്കിൽ മേ ബി അത് ഗുഡ് ആൻഡ് കറക്റ്റ് ആയിരിക്കാം. പക്ഷെ അതൊരു ഗ്രൂപ്പിലോട്ട് വന്നു കഴിയുമ്പം എന്ത് ചെയ്യാം? കോൺഫ്ലിക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. അതാണ് പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റിംഗ് റീസൺസ് പറഞ്ഞത്. ബട്ട് വെൻ ദേ കം ടുഗദർ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ചോയ്സ് ടു ചൂസ് ദി good one. This situation is another moral dilemma, that is problem of conflicting reasons. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് two or more moral obligations, duties, rights or ideals come into conflict with each other. Independently each one is good and correct, but when they come together it is very difficult to choose to choose the good one. അപ്പം നമ്മൾ ഇൻഡിവിജ്വൽ ആകുമ്പം ഇൻഡിപെൻഡൻ്റ് ആകുമ്പം കറക്റ്റ് ആയിരിക്കാം. പക്ഷെ ഒരു ഗ്രൂപ്പിലോട്ട് വന്നു കഴിയുമ്പം അതേതാണ് കറക്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. സോ ദിസ് സിറ്റുവേഷൻ ഈസ് അനദർ മോറൽ ഡിലേമ. ദി നെക്സ്റ്റ് ഈസ് പ്രോബ്ലം ഓഫ് ഡിസഗ്രിമെൻറ്റ്. എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു പ്രോബ്ലമാണ് ഡിസഗ്രിമെൻറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഇറ്റ് ഈസ് ക്വൈറ്റ് ഒബ്വിയസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് മേ ഹാവ് ഡിഫറെൻറ്റ് വ്യൂസ്, സജഷൻസ്, interpretations and solutions on a moral problem in particular situation. അതാണ് എപ്പോഴും നമ്മളൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടാകുമ്പം അവരുടെ വ്യൂസ് എല്ലാം, സജഷൻസ്, ഇൻ്റർപ്രിറ്റേഷൻസ്, സൊല്യൂഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആവും. അപ്പം അങ്ങനെ ഉണ്ടാകാവുന്ന ഒരു സിറ്റുവേഷനാണ് പ്രോബ്ലം ഓഫ് ഡിസഗ്രിമെൻറ്റ്. ദിസ് agreement among individuals and groups on interpreting moral issues will create a situation of another moral dilemma. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടാകുന്ന, അതായത് ഡിഫറെൻറ്റ് സജഷൻസും വ്യൂസും സൊല്യൂഷൻസൊക്കെ വന്നു കഴിയുമ്പം അതൊരു ടൈപ്പ് ഓഫ് മോറൽ ഡിലേമയാണ്. ദറ്റ് ഈസ് പ്രോബ്ലം ഓഫ് ഡിസഗ്രിമെൻറ്റ്. അപ്പം നമ്മൾ മോറൽ ഡിലേമയാണ് ഡിസ്കസ് ചെയ്ത് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ടു ഓർ മോർ മോറൽ ഒബ്ലിഗേഷൻസ്, ഡ്യൂട്ടീസ്, റൈറ്റ്സ്, ഗുഡ്സ് ഓർ ഐഡിയൽസ് കം ഇൻ ടു കോൺഫ്ലിക്റ്റ് വിത്ത് ഈച്ച് അതർ. കോസസ് ആണ് പ്രോബ്ലം ഓഫ് ആഗ്യുനസ്, പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റിംഗ് റീസൺസ്, പ്രോബ്ലം ഓഫ് ഡിസഗ്രിമെൻറ്റ്. Okay, but this is moral dilemmas. Next is other steps and procedure in facing moral dilemma. ഓക്കെ, അപ്പം നമ്മൾ മുമ്പ്, അതായത് നമ്മൾ 3 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അപ്പം അങ്ങനെ വരുന്ന, അതായത് 3 ബേസിക്കായിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇൻ്റർറിലേറ്റഡ് ആണ്. നമുക്ക് കണക്ട് ചെയ്ത്, അതായത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ദാറ്റ് ഈസ് ഓൾ ദ സ്റ്റെപ്സ് ആർ ഇൻ്റർറിലേറ്റഡ് ആൻഡ് ദേ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ജോയിൻലി. എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് ഐഡൻറ്റിഫൈങ് ദ റിലവൻറ്റ് മോറൽ ഫാക്ടേഴ്സ് ആൻഡ് റീസൺസ് എന്നാണ് പറയുന്നത്. അതായത് ദാറ്റ് ഈസ് ഫൈൻഡിങ് സൊല്യൂഷൻസ്, അതായത് നമ്മൾ കറക്റ്റായിട്ട് എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് കണ്ടുപിടിക്കുക. അതുപോലെ കോൺഫ്ലിക്റ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ്, കോമ്പീറ്റിംഗ് റൈറ്റ്സ്, ക്ലാഷിംഗ് ഐഡിയൽസ് ഇൻവോൾവ്, ഇതിനെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഐഡൻറ്റിഫൈങ് ദ റിലവൻറ്റ് മോറൽ ഫാക്ടേഴ്സ് ആൻഡ് റീസൺസ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് എന്താ പറഞ്ഞാൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, കോൺഫ്ലിക്റ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ്, കോമ്പീറ്റിംഗ് റൈറ്റ്സ്, ക്ലാഷിംഗ് ഐഡിയൽസ് ഇൻവോൾവ്, അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് മോറൽ ഫാക്ടേഴ്സ് ആൻഡ് റീസൺസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ടിങ് ആൻഡ് ഗാദറിങ് ഓൾ ദി അവൈലബിൾ ഫാക്ട്സ് വിച്ച് ആർ റിലവൻറ്റ് ടു ദി മോറൽ ഫാക്ടേഴ്സ് വൈൽ റിസോൾവിങ്. ഓക്കെ, അപ്പോൾ കളക്ടിങ് ആൻഡ് ഗാദറിങ് ഓൾ ദി അവൈലബിൾ ഫാക്ട്സ്, അതായത് റിലവൻറ്റ് ടു ദി മോറൽ ഫാക്ടേഴ്സ് വൈൽ റിസോൾവിങ്, അത് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ തേർഡ് വൺ ഈസ് റാങ്കിങ് ദ മോറൽ കൺസിഡറേഷൻസ് ഓർ പ്രിൻസിപ്പിൾസ് on the basis of importance as applicable to the situation. ഓക്കെ, അതായത് റാങ്കിങ്, പക്ഷേ മോറൽ കൺസിഡറേഷൻസ് ഓർ പ്രിൻസിപ്പിൾസിനെ റാങ്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് എന്താ ഇമ്പോർട്ടൻസ് ആപ്ലിക്കബിൾ ടു ദ സിറ്റുവേഷൻസ്. പക്ഷെ അത് ചില കേസസിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് റാങ്കിങ് ഒന്നും നോക്കി സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ആ സിറ്റുവേഷൻ ആപ്റ്റായിട്ട് ഏതാണോ വരുന്നത്, എന്താണോ ചെയ്യേണ്ടത്, അത് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ബട്ട് സംടൈംസ്
but sometimes it is not possible. എപ്പോഴാണ് when the objective is to find a way to meet equally urgent responsibilities and to promote equally important ideas. അപ്പോൾ റാങ്കിങ് ചെയ്ത് വെക്കാം, പക്ഷേ അത് എല്ലാ കേസസിലും ആപ്ലിക്കബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺസിഡറിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഫോർ റിസോൾവിങ് ദ പ്രോബ്ലംസ് ആൻഡ് ട്രേസിങ് the full implications of each, that is conducting factual enquiries ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കൺസിഡറിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻസ് ഫോർ റിസോൾവിങ് സോ കണ്ടക്ടിങ് അല്ല കൺസിഡറിങ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഫോർ റിസോൾവിങ് പ്രോബ്ലംസ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഫാക്ച്വൽ എൻക്വയറീസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എൻക്വയറി ഫാക്ച്വൽ ടൈപ്പ് ഓഫ് എൻക്വയറീസ് നടത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ഉണ്ടാവും എങ്ങനെ അത് പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളത്. The next one എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജഷൻസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഐഡിയാസ് ഓൺ റിസോൾവിങ് ദ ഡിലേമ ഫ്രം കൊളീഗ്സ്, ഫ്രണ്ട്സ് എക്സെട്ര. ഓഫ് കോഴ്സ് നമുക്ക് ഓൾറെഡി വർക്ക് ചെയ്ത ആൾക്കാരിൽ നിന്നോ കൊളീഗ്സിൽ നിന്നോ ഒക്കെ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക സജഷൻസും ഓൾട്ടർനേറ്റീവ് ഐഡിയാസും ഒക്കെ പർട്ടിക്കുലർ ഡിലേമ സോൾവ് ചെയ്യാനായിട്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൈവിങ് അറ്റ് എ സൊല്യൂഷൻ ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് മോറൽ ഫാക്ടേഴ്സ്. അപ്പം നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അറൈവിങ് കെയർഫുൾ ആൻഡ് റീസണബിൾ ജഡ്ജ്മെൻറ്റ് ഓർ സൊല്യൂഷൻ ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് മോറൽ ഫാക്ടേഴ്സ് ആൻഡ് റീസൺസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫാക്ട്സ് ഓർ ട്രൂത്ത്. അപ്പം ഇത് ചില കേസസിലൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ കെയർഫുള്ളായിട്ടും റീസണബിൾ ജഡ്ജ്മെൻറ്റും അല്ല സൊല്യൂഷൻസൊക്കെ വെച്ച് നമുക്ക് മോറൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻ ഫേസിങ് എന്താ പറയുക മോറൽ ഡിലേമ. അപ്പം നമുക്ക് കറക്റ്റ് ഇത്രേ ഉള്ളൂ അതിൻ്റെ ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ ഫാക്ടേഴ്സ് അല്ലെ മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിനെ പ്രോപ്പറായിട്ട് സ്റ്റഡി നടത്തി എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് അതിൻ്റേതായ എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ഇത്തരം കാര്യങ്ങളാണ് മോറൽ ഡിലേമയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ മോറൽ ഓട്ടോണമി എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോറൽ ഓട്ടോണമി ഈസ് എ ഫിലോസഫി വിച്ച് ഈസ് സെൽഫ് ഗവേണിംഗ് ഓർ സെൽഫ് ഡിറ്റർമിനിങ്. ഓക്കെ, അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെൽഫ് ഡിറ്റർമിനിങ് ആൻഡ് സെൽഫ് ഗവേണിംഗ്, ദറ്റ് ഈസ് ആക്ടിങ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് ദി ഇൻഫ്ലുവൻസ് ഓർ ഡിസ്റ്റോർഷൻ ഓഫ് അതേഴ്സ്. അപ്പം വേറെ ആരുടെയും ഇൻട്രാക്ഷൻ അല്ലെ ഹെൽപ്പൊന്നും ഇല്ലാതെ നമ്മൾ സ്വയം നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ മോറൽ ഓട്ടോണമി ഈസ് ദ എബിലിറ്റി ടു തിങ്ക് critically and independently about moral issues and apply this moral thinking to situations that arise during the professional engineering practice. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ ഇൻഡിവിജ്വലിനും. അതായത് സെൽഫായിട്ട് ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുഡ് ക്വാളിറ്റിയാണ് മോറൽ ഓട്ടോണമി. നമ്മളിപ്പോൾ പ്രൊഫഷണൽ അല്ല എങ്കിൽ പോലും സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ തൊട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രൊഫഷനിൽ എത്തുമ്പോഴും അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പം നമുക്ക് സെൽഫായിട്ടൊരു ഡിറ്റർമിനേഷൻ, സെൽഫായിട്ടുള്ള ഒരു തിങ്കിങ്, സെൽഫ് ഗവേണിംഗ് ഒക്കെ ഉണ്ടാവണം. അത് നമ്മളിപ്പോഴേ വളർത്തിയെടുക്കണം. അപ്പം സിറ്റുവേഷൻസ് എന്തായാലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിനെങ്ങനെ കറക്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കണം എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പം സോ മോറൽ ഓട്ടോണമി ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് സെൽഫ് ഡിറ്റർമിനേഷൻ. ഓക്കെ, അപ്പം സെൽഫ് ഓട്ടോണമി എന്നുള്ളൊരു ക്വാളിറ്റി നമ്മൾ വളർത്തിയെടുത്താൽ നമുക്ക് വി ക്യാൻ ഇംപ്രൂവ് അവർ എന്താ പറയുക സെൽഫ് ഡിറ്റർമിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് മോറൽ ഓട്ടോണമി റിലേറ്റ്സ് ടു ദ ഇൻഡിവിജ്വൽ ഐഡിയാസ് വെദർ റൈറ്റ് ഓർ റോങ് കണ്ടക്ട് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എത്തിക്കൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പം നമ്മളതാണ് പറഞ്ഞത്. ഏത് സാഹചര്യത്തിനനുസരിച്ച് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഡിസിഷൻസ് എടുക്കുക. അതായത് മോറൽ ഓട്ടോണമി ഈസ് കൺസേൺ വിത്ത് ഇൻഡിപെൻഡൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ റിലേറ്റഡ് ടു മോറൽ എത്തിക്കൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പം നമ്മുടെ മോറൽ എത്തിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഡിപെൻഡൻറ്റ് ആറ്റിറ്റ്യൂഡ് സെൽഫായിട്ട് ഉണ്ടാവണം. ഓക്കെ, മോറൽ ഓട്ടോണമി. ഇത് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽസ് റിക്വയർഡ് ഫോർ മോറൽ ഓട്ടോണമി. അത് നമുക്കറിയാം എന്തൊക്കെയാണ്
നമ്മൾക്ക് മെയിനായിട്ട് ഉണ്ടായിരിക്കേണ്ട സെൽഫ് ഓട്ടോണമി, നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു റിലേറ്റ് ദ പ്രോബ്ലംസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ലോ, എക്കണോമിക്സ് ആൻഡ് റിലീജിയസ് പ്രിൻസിപ്പിൾസ്. അപ്പം നമ്മൾക്ക് സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് എന്താ പറയുക നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക. എബിലിറ്റി ടു റിലേറ്റ് ദ പ്രോബ്ലംസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ലോ, എക്കണോമിക്സ് ആൻഡ് റിലീജിയസ് പ്രിൻസിപ്പിൾ. അതായത് പ്രോബ്ലംസ് അനലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, അതിനെ നമ്മളെ എക്സിസ്റ്റിംഗ് ലോസ് അല്ലെങ്കിൽ ഒക്കെ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്കതിന് റിലേറ്റ് ചെയ്ത് അത് കറക്റ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിനകത്തുള്ള സൊല്യൂഷൻസ് ഒക്കെ കാണുക എന്ന് പറയാം. അതായത് ഇത് എബിലിറ്റി ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം ആൻഡ് ഫൈൻഡിങ് ദ മോറൽ റീസൺസ്. ഓക്കെ, അപ്പം നമുക്ക് അത് വേണം. നമ്മൾ ബേസ്ഡ് ഓൺ ലോസ്, എക്കണോമിക് ആൻഡ് റിലീജിയസ് പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസിനെ റിലേറ്റ് ചെയ്യണം. അതിനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് വൺ സ്കിൽ ടു പ്രോസസ്, ക്ലാരിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ആർഗ്യുമെന്റ്സ് അഗൈൻസ്റ്റ് ദി മോറൽ ഇഷ്യൂസ്. അപ്പം നമുക്ക് എന്താ പറയുക എത്തിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ വാല്യൂസ് അല്ലെങ്കിൽ മോറൽ ഇഷ്യൂസിന് അഗൈൻസ്റ്റ് ആണ് ഇഷ്യൂ എങ്കിൽ നമുക്കത്, അതായത് സൊസൈറ്റി ഒക്കെ ബേസ് ചെയ്ത് സൊസൈറ്റിയിൽ ഉണ്ടാകാവുന്ന കേസസ് ഒക്കെ ആണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതായത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നു. ക്ലാരിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കി അതിന് അനുസരിച്ച് ചെയ്യാൻ പറ്റണം, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വൺ എബിലിറ്റി ടു സജസ്റ്റ് സൊല്യൂഷൻ ടു മോറൽ വൈസ്. അതായത് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്താൽ മാത്രമേ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരുമ്പോൾ അല്ലെ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മസ്റ്റ് ഹാവ് ദ ഇമാജിനേറ്റീവ് സ്കിൽ ടു വ്യൂ ദ പ്രോബ്ലംസ് ഫ്രം ഓൾ ദി വ്യൂ പോയിന്റ്സ്. അപ്പം നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ സൊസൈറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ മാത്രമേ കുറേ അധികം കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ്, ഓരോരോ കാര്യങ്ങൾ വന്നു കഴിയുമ്പം എങ്ങനെ സോൾവ് ചെയ്യണം അല്ലെ അതിന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ദെൻ ടോളറൻസ് വൈൽ ഗീവിങ് മോറൽ ജഡ്ജ്മെൻറ്റ്. ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് പർട്ടിക്കുലർ കൺസിഡറേഷൻ ഒന്നും കൊടുക്കാൻ പാടില്ല. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോളറൻസ് വൈൽ ഗീവിങ് മോറൽ ജഡ്ജ്മെൻറ്റ് വിച്ച് മേ കോസ് ട്രബിൾ, മേ ബി ട്രബിൾ ആവാം. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്ത് തന്നെ വേണം. അല്ലാതെ പർട്ടിക്കുലർ പേഴ്സണെ പ്ലീസ് ചെയ്തിട്ട് മാത്രമായിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. സോ മോറൽ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെൽഫ് ഗവേണിങ് ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞു. സോ അതനുസരിച്ച് നമ്മൾ സ്വയം തീരുമാനിക്കുമ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആവരുത്. നമ്മൾ സൊസൈറ്റിയിലെ മോറൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ വാല്യൂസിനെ കീപ്പ് ചെയ്തിട്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുക, അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇത് മോറൽ ഓട്ടോണമി എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ടൈപ്സ് ഓഫ് എൻക്വയറീസ് പഠിച്ചു, മോറൽ ഡിലേമാസ്, ദെൻ മോറൽ ഓട്ടോണമി, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.